ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, പരിപൂർണതയുടെ വിശ്വരൂപമാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇരുൾമൂടിയ വഴിയിലേക്ക് ദിശ തെറ്റിക്കുന്ന സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഏതൊരാളെ സംബന്ധിച്ചും സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് മുത്തുനബി. എന്തുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം? തിരുനബി സ്നേഹം എന്നും മുസ്ലിമിന്റെ അനർവചനീയമായി ആശയം നിലനിൽക്കേണ്ടതാണ്. മുത്തുനബിയെ കുറിച്ചുള്ള ഓരോ അറിവും തങ്ങളോട് സ്നേഹത്തെ വർദ്ധിപ്പിക്കും. അതിനതിരുകളില്ല. കേവലം എന്തിരുപരമായി വികാരത്തിൻ്റെതല്ല, അത് കൽബിൻ്റെ ഉള്ളിൽ തൊട്ടറിയുന്ന സ്നേഹവും മാധുര്യവും ഒരുമിച്ച ഒന്നാണ്. ഭൗതിക അബൗദികമായി ചിന്തകളിൽ ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വ്യക്തിയാണ് മുത്തുനബി. പ്രവാചക സ്നേഹത്തെക്കാൾ ഉചിതം പ്രവാചക പ്രേമമാണ്. മനുഷ്യാടിസ്ഥാനത്തിന്റെ മൗലികമായ അന്തസ്ഥിതിയുടെ വിശേഷമാണ് സ്നേഹം. അത് വളർന്ന് തീവ്രമായ ഒരു തലത്തിൽ എത്തുമ്പോഴാണ് പ്രേമമാകുന്നത്. സിട്ടാവായ റബ്ബ് ഹബീബായ തങ്ങളോട് ഖുർആനിലൂടെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കാണാം: നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്തതാണ്. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉയർക്കൊള്ളേണ്ടത് മുത്തുനബിയുള്ള അടങ്ങാത്ത പ്രേമമാകണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾ സ്വന്തം ജീവനോടും മാതാപിതാക്കളോടും മക്കളോടും എന്നല്ല, മുഴുവൻ മനുഷ്യരാശിയോടുമുള്ളതിനേക്കാൾ സ്നേഹം എന്നോടായിരിക്കുന്നതുവരെ ഒരു യഥാർത്ഥ വിശ്വാസമാവുകയില്ല. മുത്തുനബിയുടെ അഗാധത്തിലെ സ്നേഹത്തെയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. പ്രവാചക പ്രേമവും മനുഷ്യരാശിയോടുള്ള സ്നേഹവും രണ്ട് തട്ടിലാണ് സ്വാധീനിക്കുന്നത്. മനുഷ്യരാശിയോടുള്ള സ്നേഹം അത് അളവനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരും. പക്ഷേ പ്രവാചക പ്രേമം അത് ജീവിതത്തിൽ പ്രാവർത്തികമായിരിക്കണം. അവരുടെ സുന്നത്ത് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ സ്വഭാവം പിന്തുടരുന്നത്, മനുഷ്യരാശിയുടെ കരുണ പുലർത്തുന്നത്, ജന്മദിനത്തിൽ സന്തോഷിക്കുന്നത് തുടങ്ങിയവയാണ് പ്രവാചക പ്രേമത്തിന്റെ തെളിവുകൾ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുടെ പ്രതീകമായിരുന്നു. ശത്രുക്കൾക്ക് പോലും ക്ഷമിച്ചു, ദരിദ്രരെ സ്നേഹിച്ചു, കുട്ടികളെ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചു, മൃഗങ്ങൾക്ക് പോലും കരുണ കാണിച്ചു. അതുകൊണ്ട് തന്നെ പ്രവാചക പ്രേമം മനുഷ്യരാശിയുടെ പ്രേമത്തെയും കരുണയെയും ശക്തിപ്പെടുത്തുന്നു. പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനായതുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണതക്കും മനോഹരമായ ഒരു മാതൃക പുരുഷനായതുകൊണ്ടും മനുഷ്യരാശിക്ക് നീതിയും സമാധാനവും സഹവർത്തിത്വവും പ്രതിഫലിപ്പിച്ചെന്നാലോ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സ്നേഹം അത് ഹബീബിനോടായിരിക്കണം. ആ പ്രേമം വൈനാം അള്ളാഹുവിനോടും അടുത്തു വരികയും പ്രവാചകന്റെ മുത്തുനബിയുടെയും പ്രീതി ക്ഷാമിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അഥവാ നിർമ്മലീകൃതമാവാനുള്ള കുറുക്കു വഴിയാണ് തിരുനബി സ്നേഹം. ബർണാഡ് ഷോ പറഞ്ഞതുപോലെ, ജീവിതത്തിൽ ഏകാധിപത്യം പ്രവാചകരെ ജീവിതം നമ്മുടെ സുഗന്ധോദ്യാനമാകും. അള്ളാഹു ഉദവി നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന് അടിവര കുറിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.